നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് SP ഫോർട്ട് ഹോസ്പിറ്റലാണ്. ഇന്ന് നമ്മളോട് ജോയിൻ ചെയ്യുന്നത് ഡോക്ടർ അജിത് കുമാർ, ഹെഡ് ഓഫ് ഹൈപ്പർബോളിക് ഓക്സിജൻ തെറപ്പി. ഹായ് ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. നമസ്കാരം. നമസ്കാരം. എന്താണ് ഹൈപ്പർബോളിക് ഓക്സിജൻ തെറപ്പി? ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി എന്ന് പറയുന്നത് നമ്മൾ ആ വാക്കിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്. ഹൈപ്പർ എന്ന് പറഞ്ഞാൽ ഉയർന്നത്, ബാരിക് എന്ന് പറഞ്ഞാൽ മർദ്ദം, തെറാപ്പി എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ്. അതായത് ഉയർന്ന അന്തരീക്ഷ മർദ്ദത്തിൽ നമ്മളൊരു പ്രത്യേകം തയ്യാർ ചെയ്യപ്പെട്ട ഒരു ചേമ്പറുണ്ട്. അതിൽ വായുവിൻ്റെ മർദ്ദം നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് ഒരു പ്രത്യേകതരം മാസ്കിലൂടെ, ശ്വസന സഹായത്തിലൂടെ രോഗിയുടെ ശരീരത്തിലേക്ക് 100% ഓക്സിജൻ കടത്തിവിട്ട് അവരുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തി അതിലൂടെ ചില പ്രത്യേകതരം അസുഖങ്ങളെ സുഖപ്പെടുത്തുന്ന ഒരു ചികിത്സാ രീതിയാണ്. ഇത് ഏകദേശം ഒരു 300-400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിലവിലുണ്ടായിരുന്ന ചികിത്സയാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ പ്രധാനമായിട്ടും ഈ എയറാണ് ചികിത്സയ്ക്ക് ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഓക്സിജൻ്റെ കണ്ടുപിടുത്തത്തിന് ശേഷം ഈ എയറിന് പകരം ഓക്സിജൻ ട്രീറ്റ് ചെയ്ത് തുടങ്ങി. ഇത് എന്തുകൊണ്ടാണ് ഒരു നോർമൽ ആൾക്കാർക്ക് അല്ലെങ്കിൽ സാധാരണ ഒരു ട്രീറ്റ്മെൻറ്റ് ഹെൽത്ത് കെയർ സെക്ടറിൽ ഇതിനെപ്പറ്റി വലിയ ചർച്ച ഇതുവരെ വരാത്തതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇത് കൂടുതലായിട്ടും മിലിറ്ററി ഹോസ്പിറ്റൽസിലാണ് അവൈലബിൾ ആയിരുന്നത്. അതായത് നമ്മളിപ്പം എയർഫോഴ്സ്, നേവി അവിടെയാണ് ഉപയോഗിക്കുന്നത്. നേവിയിൽ ഇത് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഈ ഡൈവേഴ്സ് നമുക്കറിയാം, അവർ ഡൈവ് ചെയ്യുമ്പോൾ അവരുടെ ശരീരത്തിൽ ഈ മർദ്ദ വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്നതുകൊണ്ട് പലതരം അസുഖങ്ങൾ വരുമായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഡീകംപ്രഷൻ സിക്നസ് എന്ന് പറയും. അപ്പോൾ ഒരു യുദ്ധ സമയത്തോ അല്ലാതെ ഓപ്പറേഷണൽ സമയത്തോ ട്രെയിനിങ്ങിൻ്റെ പാർട്ടായിട്ടോ വരുന്ന സംഭവങ്ങളിൽ അത് ട്രീറ്റ് ചെയ്യുന്നതാണ്. പിന്നെ കൂടാതെ ഈ ഫൈറ്റർ പൈലറ്റ്സ് അവർക്ക് ചിലപ്പം നമ്മുടെ എയർക്രാഫ്റ്റിന് ഡാമേജ് വന്നിട്ട് പറക്കുന്ന സമയത്ത് ഒരു മർദ്ദ വ്യത്യാസത്തിൽ എക്സ്പോസ്ഡ് ആയിക്കഴിഞ്ഞാൽ അവർക്ക് ഈ ഡീകംപ്രഷൻ സിക്നസ് എന്ന് പറയുന്ന അവസരം അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതിന് 100% നമുക്ക് രോഗിയെ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ചികിത്സാ രീതി ഇതാണ്. അതുകൊണ്ട് ഇത് മിലിറ്ററി ഹോസ്പിറ്റൽസിലാണ് അവൈലബിൾ ആയിരുന്നത്. ആദ്യമായിട്ട് ഇന്ത്യയിൽ 1966 ഇന്ത്യൻ നേവിയുടെ ഹോസ്പിറ്റലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്നും മറ്റു പല ഇന്ത്യൻ നേവിയുടെ ഹോസ്പിറ്റൽസിലും എയർഫോഴ്സ് ഹോസ്പിറ്റലിലൊക്കെ ഉണ്ട്. ഇത് സിവിൽ സെക്ടറിലോട്ട്, അതായത് നമ്മുടെ സിവിൽ ഹോസ്പിറ്റൽസിലോട്ട് ഒരു പ്രാചീനത്തിൽ വന്നിട്ട് ഏകദേശം ഒരു 15-20 വർഷങ്ങൾ മാക്സിമം ആകത്തുള്ളൂ. അതാണ് ഈ ചികിത്സയുടെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഓക്കെ. ഈ ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി HOT ഇത് ഏതൊക്കെ പേഷ്യൻസിനാണ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്? പ്രധാനമായിട്ടും HBOT നമ്മൾ ഉപയോഗിക്കുന്നത് ഈ മുറിവ് സുഖപ്പെടുത്തുന്നതിനാണ്. അപ്പോൾ മുറിവ് വരുന്നതിന് പല കാരണങ്ങളുണ്ട്. ഏത് മുറിവും ഉണങ്ങാത്തതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഹൈപ്പോക്സിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഹൈപ്പോക്സിയ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കോശത്തിൻ്റെ ഭാഗത്ത് എത്രത്തോളം ഓക്സിജൻ എത്തുന്നു എന്നുള്ള അനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിലെ പല പ്രവർത്തനങ്ങളും, അതായത് ശരീരത്തിൻ്റെ ഊർജ്ജത്തിന് ആവശ്യമായിട്ടുള്ള കണികകൾ റിലീസ് ചെയ്യുന്ന പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ സെല്ലുലാർ ഫംഗ്ഷൻ നടക്കുന്നതിന് ഓക്സിജൻ്റെ സാന്നിധ്യം വളരെ അനിവാര്യമാണ്. അപ്പോൾ ഈ ഓക്സിജൻ നമ്മുടെ ബ്ലഡ് ലെവലിൽ കുറയുന്നതിനാണ് നമ്മൾ ഹൈപ്പോക്സിയ എന്ന് പറയുന്നത്, ഓക്സിജൻ കുറയുന്ന അവസ്ഥ. അപ്പം ഇതിനെ നമുക്ക് തരണം ചെയ്താൽ തന്നെ പല മുറിവുകളും ഉണങ്ങുന്നത് അല്ലെങ്കിൽ സുഖപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഉണങ്ങാത്ത വ്രണങ്ങൾ, അതിന് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു കാരണമെന്ന് പറയുന്നത് പ്രമേഹം കൊണ്ടുള്ള മുറിവുകളാണ്. രണ്ടാമത് വെരിക്കോസ് അൾസേഴ്സ്, നമ്മളൊക്കെ നാട്ടിലറിയാം, വളരെ സാധാരണ കാണുന്നതാണ്. വെരിക്കോസ് അൾസർ പൊട്ടിയിട്ട് കാലിന് താഴ്ഭാഗത്ത് മുറിവ് ഉണങ്ങാതിരിക്കും. കൂടാതെ വാസ്കുലൈറ്റിസ്, അതായത് സന്ധിവാതമായിട്ട് അസോസിയേറ്റഡ് ഉള്ള വളരെ ബുദ്ധിമുട്ടുള്ള ഒരു മുറിവാണ് അത് ഉണങ്ങാൻ. കൂടാതെ റേഡിയേഷൻ, നമ്മുടെ ഈ താടിയെല്ലിന് ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ ശ്വാസകോശത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്തിന് മുമ്പ് റേഡിയേഷൻ എടുത്തവർക്ക് ചിലപ്പോൾ പ്രധാനമായിട്ടും ഈ ഹെഡ് ആൻഡ് നെക്ക് റീജിയനിൽ റേഡിയേഷൻ എടുക്കുന്നവരിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവിടെ മുറിവ് ഉണങ്ങാതെ വരുന്ന ഇതുണ്ട്. അപ്പം റേഡിയേഷൻ ഇഞ്ചുറീസും ഉണ്ട്. അതുമാത്രമല്ല നമ്മളെ യൂറിനറി ബ്ലാഡറിലൊക്കെ ചിലപ്പം റേഡിയേഷൻ കൊണ്ടോ അല്ലെങ്കിൽ ചില ക്യാൻസറിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ കൊണ്ടോ ബ്ലീഡിങ് വരും. അത് നമ്മൾ ഹെമറാജിക് സിസ്റ്റൈറ്റിസ് എന്നാണ് പറയുന്നത്. ഈ അവസ്ഥകളിലുള്ള ആൾക്കാർക്ക് എന്നാണ് നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുന്നത്. ഒരുപാട് ഇൻഡിക്കേഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡിക്കേഷൻ ഒന്ന് ഡീകംപ്രഷൻ സിക്നസ്, 2 കാർബൺ മോണോക്സൈഡ് പോയിസണിങ്. നമ്മൾ ചിലപ്പോൾ ഒരു ഈ മൈനിലോ അല്ലെങ്കിൽ ചില ചില പ്രത്യേകതരം ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മൾ കാർബൺ മോണോക്സൈഡ് പോലുള്ള വിഷവാതകത്തിന് നമ്മൾ എക്സ്പോസ്ഡ് ആയിക്കഴിഞ്ഞാൽ ഈ ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി കൊണ്ട് മാത്രമേ നമുക്കവരെ തിരിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റും, അതും ആസ് ഏർലി ആസ് പോസിബിൾ. പിന്നെ മുമ്പൊക്കെ കുറച്ച് നാളുകൾക്ക് മുമ്പ്, പ്രത്യേകിച്ച് ഈ ബാറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആർമിയിലേക്ക് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ യുദ്ധത്തിൻ്റെ സമയത്തൊക്കെ നമ്മൾ പെല്ലറ്റ് ഷെല്ലിൻ്റെയൊക്കെ ഭാഗങ്ങളൊക്കെ കാലിലും മസിലിലൊക്കെ തുളച്ച് കയറാം. അങ്ങനെ നമുക്ക് ഈ ഗ്യാസ് ഗാംഗ്രീൻ എന്ന് പറഞ്ഞൊരു അവസ്ഥ വരും. ഇന്ന് നമ്മൾ ഇഞ്ചക്ഷൻസ് ആൻറ്റിബയോട്ടിക്സ് വളരെ നല്ലതാവുകൊണ്ട് അത് വളരെ കുറവാണ്. പക്ഷേ എന്നാലും ഈ ഗ്യാസ് ഗാംഗ്രീനിൽ വളരെ ഫലപ്രദമാണ്. കൂടാതെ
ഇപ്പോൾ നമുക്കൊരു ആക്സിഡൻറ്റ് പറ്റി നമ്മൾ പെട്ടെന്ന് നമ്മൾ കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രോം എന്ന് പറയുന്നത് നമ്മുടെ കാലിലോ അല്ലെങ്കിൽ കയ്യിലോ എവിടെയെങ്കിലും ചതവുണ്ടായിട്ട് അവിടുത്തെ രക്തക്കൊള്ളുകളും അങ്ങോട്ട് പോകുന്ന ഞരമ്പുകളും എല്ലാം പെട്ടെന്ന് മുറുകിയിട്ട് വരുന്ന അതിന് നമ്മൾ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമ്മൾ ഫേഷ്യോട്ടമി, അതായത് ആ ഭാഗം നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ആ തരത്തിലുള്ള രോഗികളെ നമ്മൾ ഹൈപ്പർബാരിക് കോഴ്സിന് സബ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ആ നീര് പറ്റുന്നതായിട്ടും പെട്ടെന്ന് തന്നെ ഈ മുറിവിൽ പുതിയ കോശങ്ങൾ വളർന്നു വരുന്നതായിട്ടാണ് നമ്മൾ പൊതുവെ കാണുന്നത്. പിന്നെ ആക്സിഡൻറ്റ് മൂലം ഉണ്ടാകുന്ന അല്ലെങ്കിൽ എല്ല് ഫ്രാക്ചറായി നമ്മളത് വീണ്ടും റിപ്പയർ ചെയ്യുമ്പോൾ പ്രമേഹം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിരോധത്തിൻ്റെ കുറവ് കൊണ്ടോ ആ മുറിവ് ഉണങ്ങാൻ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുന്ന അവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് ഹൈപ്പർബാരിക് ഓക്സിജൻ കൊടുക്കുകയാണെങ്കിൽ ഇത് ചെയ്യാം. പിന്നെ ഫ്ലാപ്പ് സർജറീസ്, നമ്മൾ ഒരുപാട് ടിഷ്യൂ ലോസ് വരുമ്പോൾ ഫ്ലാപ്പ് വയ്ക്കും, മറ്റൊരിടത്ത് നിന്ന് കോഴ്സ് കൊടുത്ത് അവിടെ വയ്ക്കും. പ്ലാസ്റ്റിക് സർജൻസാണ് അത് ചെയ്യുന്നത്. സ്കിൻ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പും HBOT നൽകാം, സ്കിൻ ഗ്രാഫ്റ്റിന് ശേഷവും നൽകാം. പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് നമ്മൾ ഗ്രാഫ്റ്റിങ്ങിന് മുമ്പേ നല്ലൊരു ബെഡ് തയ്യാറാക്കിയിട്ട് നമ്മൾ ഗ്രാഫ്റ്റ് വയ്ക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് ടേക്കപ്പ് ചെയ്യും. അതുപോലെ നമ്മൾ ഗ്രാഫ്റ്റ് വെച്ച് കഴിഞ്ഞിട്ട് അവിടെ വരുന്ന ആ നീരും എഡിമയും സ്രവത്തിൻ്റെ അളവെല്ലാം കുറയ്ക്കാൻ HBOT നന്നായിട്ട് സഹായിക്കും. അപ്പം ഗ്രാഫ്റ്റ് ടേക്കപ്പ് ചെയ്യുന്നത്, ഗ്രാഫ്റ്റ് ചെയ്യുന്നവരിൽ സക്സസ് റേറ്റും വളരെ കൂടുതലായിട്ട് കാണുന്നു. ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ ഈ ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡിക്കേഷൻസ്. ഓക്കെ, ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് എന്താണ് ഇതിൻ്റെ പ്രൊസീജിയർ സ്റ്റെപ്സ് വരുന്നത്? ഓക്കെ, അത് നമ്മളൊരു രോഗി നമ്മുടെ അടുത്ത് വന്ന് പ്രത്യേകിച്ച് ഈ പറഞ്ഞ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടുവന്ന് നമ്മൾ ആദ്യം രോഗിയുടെ ഈ ചികിത്സയ്ക്ക് അദ്ദേഹത്തെ വിധേയമാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതിൽ പ്രായം ഒരു ഘടകമാണ്, മുറിവിൻ്റെ കാലപ്പഴക്കം ഒരു ഘടകമാണ്. ഇപ്പോൾ ചില മുറിവ് നമ്മൾ ഗാംഗ്രീൻ എന്ന് പറയും, അതായത് ഈ വിരലുകളോ അല്ലെങ്കിൽ പാദത്തിൻ്റെ ഏതെങ്കിലും ഭാഗം, കൂടുതൽ നമ്മൾ മുറിവുകളി പ്രമേഹത്തിലൊക്കെ പാദത്തിലാണ് കാണുന്നത്, അത് കരിഞ്ഞു പോയ ഒരു അവസ്ഥയുണ്ടെങ്കിൽ അവിടെ നമുക്ക് HBOT നൽകിയിട്ട് യാതൊരു ഗുണവുമില്ല. അതിന് മുമ്പത്തെ ഒരു സ്റ്റേജുണ്ട്, നമ്മൾ ഡയബറ്റിക് ഫുഡ് ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഒരു സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ആ സ്റ്റേജ്. ഫോർത്ത് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കാലിൽ ഏതെങ്കിലും ഒരു വിരലിലോ അല്ലെങ്കിൽ 1-2 വിരലുകളിലൊക്കെ ബ്ലാക്ക് വരും. പക്ഷേ പാദത്തിന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഹാഫ് പോർഷൻ ഓഫ് പാദം കഴിഞ്ഞ് പിന്നെ ഗാംഗ്രീൻ ആയി കഴിഞ്ഞാൽ നമുക്ക് HBOTയിലൂടെ മാറ്റാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ ഈ കാലിൻ്റെ പിൻഭാഗം ഹീലിൽ വരുന്ന ഒരുപാട് ഗാംഗ്രീനസ് ആയിട്ടുള്ള വൂൺസ് നമുക്ക് പെട്ടെന്നൊന്നും അല്ലെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്താലും റിസൾട്ട് വളരെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. നമ്മൾ ഇത്തരത്തിലുള്ള രോഗികളെ നമ്മൾ ഈ ഗാംഗ്രീനസ് ആയിട്ടുള്ള രോഗികളെ നമ്മൾ ഈ ചികിത്സ എടുക്കാൻ എൻകറേജ് ചെയ്യാറില്ല. സെക്കൻഡ് സ്റ്റേജിലോ തേർഡ് സ്റ്റേജ്, അതായത് എല്ലിലോട്ടോ അല്ലെങ്കിൽ ഡീപ്പായിട്ടുള്ള ടിഷ്യൂസിലോട്ടോ ബാധിച്ച രോഗികൾക്കാണ് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഈ ഡയബറ്റീസ് രോഗികളുടെ വ്രണങ്ങളിൽ കൊടുക്കുന്നത്. പിന്നെ വീനസ് അൾസേഴ്സും ബാക്കിയുള്ളവർ നമ്മൾ എപ്പോഴും രോഗിയുടെ വൂണ്ടിൻ്റെ കൾച്ചർ ചെയ്ത് നോക്കും, അതിലെന്ത് തരം ബാക്ടീരിയ ഉണ്ട്, അത് ആൻറ്റിബയോട്ടിക്സ് കൊണ്ട് സുഖപ്പെടുമെങ്കിൽ നമ്മൾ അത് കൊടുക്കും. പിന്നെ ന്യൂട്രീഷൻ സ്റ്റാറ്റസ്, ഇപ്പോൾ പ്രമേഹ രോഗി അല്ലെങ്കിൽ ക്യാൻസർ കഴിഞ്ഞ രോഗി, അവരുടെ ന്യൂട്രീഷൻ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യും. അതിനോടനുബന്ധിച്ച് HBOT ഇതൊരു അഡ്ജൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സപ്പോർട്ടീവായിട്ട് കൊടുക്കുന്ന ഒരു തെറാപ്പിയാണ്. ഏത് തരം മുറിവായിരുന്നാലും ആ മുറിവിൻ്റെ പ്രാഥമികമായ പ്രശ്നങ്ങൾ ചികിത്സിച്ചതിന് ശേഷം അത് കുറച്ചുകൂടെ അതിൻ്റെ ഉണങ്ങുന്ന റേറ്റ് ത്വരിതപ്പെടുത്താനാണ് നമ്മൾ ഈ അഡ്ജൻറ്റായിട്ട് ഹൈപ്പർബാരിക് ഓക്സിജൻ കൊടുക്കുന്നത്. പിന്നെ ചില പ്രത്യേകതര രോഗികൾക്ക് നമ്മളിത് നൽകില്ല, അതായത് ആസ്മയുടെ അസുഖമുള്ളവർ, കൺട്രോൾ അല്ലാത്ത ആസ്മയാണ്. പിന്നെ COPD, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് ഉള്ളവരിൽ കൊടുക്കത്തില്ല. അപസ്മാരത്തിൻ്റെ ഹിസ്റ്ററി ഉണ്ടായ എന്നവരിൽ കൊടുക്കുക. പിന്നെ ഈ നമ്മൾ അടഞ്ഞ സ്ഥലങ്ങളിൽ ഇരിക്കുമ്പോൾ ഭയം വരുന്നത് ക്ലോസ്ട്രോഫോബിയ, അത് പണ്ട് ഈ ചേമ്പറിന് നമ്മളെന്താ പറയുന്നത് വളരെ ചെറിയ സൈസാണ്. ഇപ്പോൾ ടെക്നോളജി വളർന്നതിനനുസരിച്ച് നമുക്ക് 2-way കമ്മ്യൂണിക്കേഷൻ, നമുക്ക് അതിൻ്റെ അകത്ത് സംസാരിക്കാം, അതിനുള്ളിൽ പാട്ട് കേൾക്കാം. ലോകത്ത് പല സ്ഥലങ്ങളിൽ ഇതുപോലെ റൂം പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ TV വരെ വയ്ക്കുന്ന ഫെസിലിറ്റീസ് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പം മുമ്പ് അടഞ്ഞ സ്ഥലത്തിരിക്കുന്ന ആൾക്കാർക്ക് ക്ലോസ്ട്രോഫോബിയ ഉള്ളവർക്കും നമ്മൾ കൊടുക്കത്തില്ല. പ്രധാനമായിട്ടും ഈ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്, ആസ്മ, അപസ്മാരത്തിൻ്റെ അസുഖമുള്ളവർ, പിന്നെ ഏതെങ്കിലും രോഗിക്ക് പനിയോ ജലദോഷമോ മൂക്കടപ്പോ അല്ലെങ്കിൽ നമ്മുടെ ഈ ടിംബാനിക് മെമ്പറൈൻ, നമ്മുടെ ചെവിയുടെ ഉള്ളിലെ മെമ്പറൈൻ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാം. ഈ ഒരു തെറപ്പിയുടെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്? അത് ഒരു നല്ല ചോദ്യമാണ്. നമ്മൾ ഏതൊരു പുതിയ ട്രീറ്റ്മെൻറ്റ് വന്നാലും ഈ സൈഡ് എഫക്റ്റ് എന്താണെന്നുള്ള എല്ലാവർക്കും ഈ സൈഡ് എഫക്റ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന, നമ്മൾ മോഡേൺ മെഡിസിനിൽ പറയും നമ്മൾ എഫക്റ്റ് ഉള്ള ഒരു കാര്യത്തിന് മാത്രമേ സൈഡ് എഫക്റ്റ് ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതെല്ലാം ഈ സൈഡ് എഫക്റ്റ് എല്ലാം നമ്മൾ വളരെ പഠനത്തിൽ വിധേയമാക്കി ക്വാണ്ടിഫൈ ചെയ്തിട്ടാണ് അതൊരു മരുന്ന്, കഴിക്കുന്ന മരുന്നായിരുന്നാലും ഇതുപോലുള്ള ചികിത്സാ രീതി ആയിരുന്നാലും നമ്മൾ മോഡേൺ മെഡിസിനിൽ എപ്പോഴും നൽകുന്നത്. ഇതിലൊരു പ്രശ്നം വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, അന്തരീക്ഷ മർദ്ദത്തിൽ വരുന്ന ഒരു വ്യതിയാനമാണ്. അപ്പോൾ നമ്മൾ സീ ലെവൽ പ്രഷറിൽ നിന്ന് താഴോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ കടലടിയിലോട്ട് പോകുമ്പോഴുള്ള ഒരു പ്രതിഭാസമാണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത്. അപ്പം പ്രഷർ കൂടും. നമ്മൾ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം, വിമാനം മുകളിലോട്ട് പോകുമ്പോഴും മുകളിലോട്ട് നിന്ന് താഴോട്ട് വരുമ്പോഴായിരിക്കും നമുക്ക് ചിലപ്പം ചെവിയിലൊരു വേദനയോ അല്ലെങ്കിൽ ഒരു ബസ് ഫീലിങ്ങോ അങ്ങ് വരുന്നത്. അതുമാത്രമാണ് ഇതിൽ ഒരു സൈഡ് എഫക്റ്റ്. അതായത് നമ്മൾ അതിനെ ടെക്നിക്കലി ബാരോട്രോമ എന്ന് പറയും. അതായത് മർദ്ദ വ്യത്യാസത്തിൽ വരുന്നത് കൊണ്ട് നമ്മുടെ
കർണപടലങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ സൈനസിനോ വരുന്ന ഒരു പെയിൻ. പിന്നെ നമുക്ക് വേറെ മെജോറിറ്റി ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. ചില പഠനങ്ങൾ പറയുന്നത് ഈ മയോപ്പിയുള്ള ആൾക്കാരിൽ അവരുടെ കണ്ണിൻ്റെ പവറിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. പക്ഷേ അത് നമ്മൾ ഈ ചികിത്സ നിർത്തി 3 മാസം കഴിയുമ്പോൾ തിരിച്ച് അവരുടെ ബേസ് ലൈൻ ലെവലിലോട്ട് പോകുമെന്നാണ് പറയുന്നത്. അല്ലാതെ ഒരു പെർമനൻറ്റ് ഡാമേജ് ഇല്ല. പിന്നെ ഓക്സിജൻ ടോക്സിസിറ്റി എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ അമൃതം അധികമായ വിഷം എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഒരുപാട് കൊടുത്താൽ ഓക്സിജൻ നമ്മുടെ ചില കോശങ്ങളിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാക്കും. പക്ഷെ അത് പഠനങ്ങൾ പറയുന്നത് നമ്മൾ ആഴ്ചയിൽ 5 ദിവസം നമ്മളിവിടെ കൊടുക്കുന്ന 2.5 എന്ന് പറയുന്ന ഒരു പ്രഷർ ഷെഡ്യൂളിലാണ്. 2.5 ബാർ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് അബ്സല്യൂട്ട് എന്ന് പറയും. അതിലാണ് നമ്മൾ കൊടുക്കുന്നത്. അത് നമ്മൾ 5 ദിവസം മാത്രമേ ആഴ്ചയിൽ കൊടുക്കത്തുള്ളൂ. 90 മിനിറ്റാണ് ഒരു സെഷൻ എന്ന് പറയുന്നത്. അപ്പം അത് ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ഗൈഡ് ലൈനാണ്, എല്ലാ രാജ്യങ്ങളിലും അക്സെപ്റ്റഡ്. അപ്പം ഈ ഷെഡ്യൂളിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഓക്സിജൻ ടോക്സിസിറ്റി അത് നമ്മുടെ ശ്വാസകോശത്തിനോ അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിനോ വരാനുള്ള സാധ്യത വളരെ വളരെ കുറവ്, ഇല്ല എന്ന് തന്നെ പറയാം, പക്ഷേ വളരെ വളരെ കുറവാണ്. ഇതാണ് ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ്. ഡോക്ടർ, ഇതിൻ്റെ ഒരു സക്സസ് റേറ്റ് എത്രയാണ്? നമ്മളിപ്പോൾ ഏകദേശം ഒരു 11 വർഷത്തിലധികമായി തിരുവനന്തപുരത്ത് SP ഫോർട്ട് ഹോസ്പിറ്റലിൽ ഈ ചികിത്സാ രീതി തുടങ്ങിയിട്ട്. ഇപ്പോൾ കേരളത്തിൽ മറ്റ് ചില ഹോസ്പിറ്റൽ നമ്മളാണ് ആദ്യമായിട്ട് കേരളത്തിൽ ഈ മൾട്ടിപ്ലേസ്, പണ്ട് ഈ മോണോപ്ലേസ് ഉണ്ട്, മൾട്ടിപ്ലേസ്. മോണോപ്ലേസ് എന്ന് ഒരാൾ ഒരു സമയം, മൾട്ടിപ്ലേസ് എന്ന് പറയുമ്പോൾ 3 മുതൽ 8 പേര് നമുക്ക് ആ ചേമ്പറിൽ ഒരു സമയം തന്നെ ഇരുത്താൻ പറ്റും. നമ്മൾ ഈ മൾട്ടിപ്ലേസ് ബേസ്ഡ് ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 11 വർഷത്തോളമായി. നമ്മളിവിടെ ഏകദേശം ഈ ചികിത്സയ്ക്ക് ഒരു 8,000 മുതൽ 10,000 വരെ രോഗികളെ നമ്മൾ വിധേയരാക്കിയിട്ടുണ്ട്. ഈ ഡയബറ്റിക് ഫുഡിൻ്റെ സക്സസ് റേറ്റ് നമ്മൾ പറയുകയാണെങ്കിൽ 68 മുതൽ ഒരു 70% വരെ ആൾക്കാരിൽ പൂർണ്ണമായും സുഖപ്പെട്ടിട്ടുണ്ട്. ഒരു 8 മുതൽ 10% ആൾക്കാരിൽ പാർഷ്യലി ഹീൽഡ് എന്ന് പറയുന്നത് നമ്മൾ ടെക്നിക്കലി പറയുന്നത് വെച്ചാൽ നമ്മുടെ മുറിവിൻ്റെ ഭാഗം 25%-ലധികം പുതിയ കോശങ്ങൾ വരികയോ ആ കുഴിവ് നിമരുകയോ അല്ലെങ്കിൽ ഹെൽത്തി ഗ്രാനുലേഷൻ, അതായത് നല്ല ചുമന്ന നിറത്തിലുള്ള ടിഷ്യൂ അവിടെ വരികയോ ചെയ്യുന്നതിനാണ് നമ്മൾ പാർഷ്യലി ഹീൽഡ് എന്ന് പറയുന്നത്. അതിൽ ചിലവർ അതിനുശേഷം ഗ്രാഫ്റ്റ് ചെയ്യാറുണ്ട്, ചിലവർ ഗ്രാഫ്റ്റ് ചെയ്യാറില്ല, അവർ ഡ്രസ്സിങ് ചെയ്ത് മുന്നോട്ട് പോകും. അപ്പം നമുക്ക് തിരിച്ച് നമ്മൾ ഈ പേഷ്യൻസിനെല്ലാം നമ്മൾ കൊടുക്കുന്ന പേഷ്യൻറ്റിനെല്ലാം നമ്മൾ ഏകദേശം 1 വർഷം മുതൽ 1.5 വർഷം വരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യും. അതിൽ നിന്നും കിട്ടിയിട്ടുള്ള നമ്മുടെ റിപ്പോർട്ട് അനുസരിച്ചുള്ള ഇതാണ് ഞാൻ പറയുന്നത്. ഇത് നമുക്ക് കൂടുതലും ഒരു 8 മുതൽ 10% ആൾക്കാരിൽ നമുക്ക് ഈ റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുമില്ല, അതായത് പാർഷ്യലി ഹീൽഡ് പോലും വന്നില്ല. അത് പ്രധാനമായിട്ട് ഈ ഡയബറ്റിക് അൾസേഴ്സിൻ്റെ അഡ്വാൻസ് സ്റ്റേജാണ്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഗാംഗ്രീനോ ഷാർക്കോട്ട് ഫുട്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയോ, അത് എല്ലുകൾ ദ്രവിച്ചു പോകും ഡയബറ്റീസ് രോഗികളിൽ. പിന്നെ ഈ ജോയിൻറ്റിൻ്റെ അകത്തോട്ട് പോകും, ഓസ്റ്റിയോമൈലൈറ്റിസ്, സിവിയർ ഓസ്റ്റിയോമൈലൈറ്റിസ്. ഇങ്ങനെയുള്ള രോഗികളിലാണ് നമ്മൾ പ്രധാനമായിട്ട് നമുക്ക് വലിയ റിസൾട്ട് കാണാൻ വന്നിട്ടില്ല. എന്നാൽ ഈ 11 വർഷത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 68 to 70% നമുക്ക് സക്സസ് റേറ്റ് ആണെന്ന് പറയാം. അതിൽ വളരെ കുറച്ച് ആൾക്കാരാണ് ഗ്രാഫ്റ്റിങ്ങിന് വിധേയരായിട്ടുള്ളത്. മിക്കവർക്കും ഗ്രാഫ്റ്റിംഗ് ഇല്ലാതെ തന്നെ ഊണ്ട് സുഖപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ പഠനം കാണിക്കുന്ന ഈ പ്രമേഹ രോഗികളിൽ ഊണ്ട് വീണ്ടും വരാനുള്ള, അതായത് റിക്കറൻസ് റേറ്റ് എന്ന് പറയും, അത് നമ്മുടെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നടന്ന പഠനത്തിൽ തന്നെ പറയുന്നത് അത് 18 മുതൽ 26-28% വരെ പോകുമെന്നാണ്. ഓരോ സെൻറ്ററിൽ ഓരോ ഡേറ്റയാണ്. ഇൻ്റർനാഷണൽ ഡേറ്റ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡയബറ്റിക് ഫുഡിൻ്റെ റിക്കറൻസ് റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 15-20% ഇടയ്ക്കാണ്. നമ്മുടെ ഇവിടെ ഏകദേശം അതുപോലെയൊക്കെയാണ്. ഒരു 18 മുതൽ 22% ആൾക്കാരിൽ റിക്കറൻസ് വന്നിട്ടുണ്ട്. അതിൽ മിക്കവരും സുഖപ്പെട്ട് പോയിട്ടുണ്ട്. പിന്നെയും ചികിത്സ എടുത്ത് അല്ലെങ്കിൽ വൂണ്ട് ഡ്രസ്സിങ് ഇതിലൂടെ അതിൽ വളരെ കുറച്ച് ആൾക്കാർ പിന്നെ HPOT എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ പൂർണ്ണമായി അവർ സുഖപ്പെട്ട് പോയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. സോ ഡോക്ടർ, ഇത് കാണുന്ന എല്ലാ പ്രേക്ഷകരുടെയും ഒരു നെക്സ്റ്റ് തോട്ട് എന്ന് പറയുന്നത് ഇതൊരു കോമണറിന് അഫോർഡബിൾ ആയിരിക്കുമോ എന്നായിരിക്കും ഈ ഒരു ട്രീറ്റ്മെന്റ്. ഇതിന്റെ ഒരു കോസ്റ്റ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? ഇത് നമ്മൾ 10 വർഷം മുമ്പ് തുടങ്ങുമ്പോൾ ഇത് നമ്മൾ കാലത്തിനനുസരിച്ച് നമ്മൾ റേറ്റിൽ വ്യത്യാസം വരുത്തിയെങ്കിൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ചികിത്സയാണ്. മെട്രോ നഗരങ്ങളിലൊക്കെ ഏകദേശം ഒരു സെഷന് തന്നെ മേടിക്കുന്നത് ഏകദേശം 8,000-10,000 രൂപയാണ്. നമ്മളിവിടെ ഇപ്പോഴും നമ്മൾ ചാർജ് ചെയ്യുന്നത് 2,500-3,000 രൂപയ്ക്ക് അടുപ്പിച്ചാണ്. അത് ഡ്രസ്സിങ്ങും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അത് നമ്മളൊരു മുറിവ് വന്ന് നമ്മളത് ഹീല് ചെയ്യാതെ കൊണ്ട് നടന്ന് വർഷങ്ങളോളം ചികിത്സിക്കുമ്പോൾ അതിന് എത്ര കോസ്റ്റ് ആവുന്നു അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മളിത് ചികിത്സ എടുത്താൽ, അത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ മുറിവ് വന്ന് അതിനൊരു അഡ്വാൻസ് സ്റ്റേജിൽ പോകുന്നതിന് മുമ്പേ വന്ന് ഈ ചികിത്സ എടുക്കുകയാണെങ്കിൽ ചിലപ്പം 10 ദിവസത്തെ ചികിത്സ കൊണ്ടും 5 ദിവസത്തെ ചികിത്സ കൊണ്ട് വരെ സുഖപ്പെട്ടു പോയ രോഗികളുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് പഴക്കം ചെയ്തിട്ട് വന്നാൽ നമ്മൾ എന്താ പറയുന്ന മുറിവ് ഉണങ്ങാനും താമസം വരും, എക്സ്പെൻസും കൂടും. പക്ഷേ ഇത് നമ്മളിപ്പോൾ ഒരു ആൻജിയോപ്ലാസ്റ്റി അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ കാലിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ നമുക്ക് ചിലവ് വരും. അത് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ. പിന്നെ ഇതിനൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് OP ആയിട്ട് എടുക്കാം. ഇപ്പം രോഗിക്ക് ഇപ്പം
ഈ പറഞ്ഞ പോലെ ഡയബറ്റീസ് വളരെ അൺകൺട്രോളാണ്, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കേണ്ട അവസ്ഥയുണ്ട്, എങ്കിൽ മാത്രമേ നമ്മൾ രോഗിയെ അഡ്മിറ്റ് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ രോഗി വരിക, ഇപ്പോൾ ജോലിക്ക് പോകുന്ന ഒരാളുണ്ട്, വരിക 1.5 മണിക്കൂർ ചികിത്സ എടുക്കുക, അത് കഴിയുമ്പോൾ അദ്ദേഹത്തിന് തിരിച്ച് ജോലിക്ക് പോകുന്ന ദിവസം ഒരു കുഴപ്പമില്ല. ഫിസിക്കലി അദ്ദേഹം വെൽബീയിങ് ആണെങ്കിൽ അദ്ദേഹത്തിന് പോവാം. അപ്പോൾ അതിലൂടെ അദ്ദേഹത്തിന് ജോലി നഷ്ടവും വരുന്നില്ല, വരുമാന നഷ്ടവും വരുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു OP ബേസിസ് ചികിത്സാ രീതിയാണ് ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി. ഓക്കെ ഡോക്ടർ, അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് ഡോക്ടറിന് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയുന്നത്, നിങ്ങളിപ്പം ഇതിൻ്റെ എല്ലാ മെക്കാനിസവും ഇത് ഉപയോഗിക്കുന്ന അവസ്ഥകൾ എന്തെന്ന് നമ്മൾ അറിഞ്ഞു. നിങ്ങളുടെ വീടിന് ചുറ്റുപാടുമോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലോ ഏതെങ്കിലും രോഗി ഏതെങ്കിലും കാരണം കൊണ്ട് ഒരു മുറിവ് ഉണങ്ങാതെ കഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ചെയ്ത് അവരെ നമ്മുടെ അടുത്തോട്ട് നമ്മുടെ റെഫറൻസ് അല്ലെങ്കിൽ ഈ ഒരു ചികിത്സാ രീതിയെപ്പറ്റി അവർക്കൊരു അറിവ് പകർന്നു നൽകുക. അവർ വന്ന് ഈ ചികിത്സ എടുക്കുകയാണെങ്കിൽ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യും. വളരെ അഫോർഡബിളായിട്ടുള്ള ഒരു ചികിത്സാ രീതി, പൂർണ്ണമായും അവർക്ക് മുറിവ് ഉണങ്ങാനുള്ള സാധ്യത, ഒരു അഡ്വാൻസ് സ്റ്റേജ് എത്തിയില്ലെങ്കിൽ പൂർണ്ണമായും മുറിവ് ഉണങ്ങാനുള്ള സാധ്യത നല്ലതാണ്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അവയർനെസ് നമ്മൾ ഓരോ വ്യക്തികളും ഈ ചികിത്സാ രീതിയെപ്പറ്റി പറയുക. ഇത് നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരത്ത് അവൈലബിൾ ആണ്. അതുകൊണ്ട് സ്പ്രെഡ് ചെയ്യുക. ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ വളരെ അഫോർഡബിളായ രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മുറിവുകളെ ഉണക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ഫലപ്രദമായ ശാസ്ത്രീയമായ മോഡേൺ മെഡിസിൻ്റെ ഒരു ചികിത്സാ രീതിയാണ് ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി. ഓക്കെ ഡോക്ടർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.